ഞാൻ നിമിഷയുടെ അമ്മ. ഞാൻ 2024 ഏപ്രിൽ 20 ഞാൻ യമൻ എന്ന രാജ്യത്ത് വരാൻ ഞാൻ ഒരുപാട് വർഷങ്ങളായിട്ട് 2017 മുതൽ ഈ യമൻ സന എന്ന രാജ്യം ഞാൻ കാണുമോ, എൻ്റെ മോളെ ഞാൻ കാണുമോ. യമനിൽ തൂക്കിക്കൊല്ലാൻ വിധിക്കപ്പെട്ട നിമിഷപ്രിയയെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ നിമിഷപ്രിയയുടെ അമ്മയെക്കുറിച്ചും ചർച്ച ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെന്ന് പറഞ്ഞാലോ? എന്താണ് ചർച്ച ചെയ്യുന്നത്? അതായത് നിമിഷപ്രിയയുടെ അമ്മ ഇപ്പോൾ വീട്ടുതടങ്കലിലാണ്. ആര് വീട്ടുതടങ്കലിലാക്കിയിരിക്കുന്നു? അതിനെക്കുറിച്ച് കുറച്ച് നിഗൂഢതകൾ, കുറച്ച് സംശയങ്ങളൊക്കെ ഉണ്ട് എന്താണെന്നുള്ളതിനെ കുറിച്ച്. നിമിഷപ്രിയയുടെ കേസ് നടത്തുന്നത് സാമുവൽ ജെറോമാണ്. അറിയാലോ, 2024 ഏപ്രിൽ 20 മുതൽ നിമിഷപ്രിയയുടെ അമ്മ മേരി യമനിലാണ്. അറിയാം. അപ്പോൾ ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് ഏപ്രിൽ ആകുമ്പോഴത്തേക്ക് 1 വർഷമാകുന്നു. 1 വർഷക്കാലമായി അവരവിടെയാണ്. അവിടെ ഇന്ത്യ സർക്കാരിൻ്റെ പ്രത്യേക അനുമതി വാങ്ങി സാമുവൽ ജെറോം എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് അവരെ അവിടെ കൊണ്ടുപോയി താമസിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സാമുവൽ ജെറോം ഇതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടിരുന്നു. പക്ഷെ കഴിഞ്ഞ തിങ്കളാഴ്ചയ്ക്ക് മുതൽ സാമുവൽ ജെറോം ചില ആളുകൾക്ക് വളരെ മോശപ്പെട്ട ആളായി. കാരണം സാമുവൽ ജെറോം കള്ളനാണ്, ശരിയല്ല, സാമ്പത്തിക തട്ടിപ്പ് നടത്തുന്നു. നിമിഷപ്രിയയുടെ അമ്മയെ തടവിലിട്ടിരിക്കുകയാണ് സാമുവൽ ജെറോം. നിമിഷപ്രിയയുടെ അമ്മ മേരിയെ തടവിലിട്ട് അത് കാണിച്ച് ഇങ്ങനെ പണം പിരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചില മാധ്യമങ്ങൾ, സാമൂഹ്യ മാധ്യമങ്ങൾ, സോഷ്യൽ മീഡിയ ഒക്കെ വ്യാപകമായി പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുക. അതിന് കാരണം കഴിഞ്ഞ തിങ്കളാഴ്ച സാമുവൽ ജെറോം നടത്തിയ ചില വെളിപ്പെടുത്തലാണ്. സാമുവൽ ജെറോം പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ മാറ്റിവെച്ചതിന് നന്ദി പ്രധാനമന്ത്രിക്ക്, അമിത്ഷായ്ക്ക്, കേരള ഗവർണർക്ക്, അങ്ങനെ ചിലരുടെ പേര് പറഞ്ഞു. അപ്പോൾ ഇവിടെ ആ കൂട്ടത്തിൽ ആദ്യം പറയേണ്ടിയിരുന്ന ഒരു പേര് പലരും പ്രതീക്ഷിച്ചിരുന്നു. ആ പേര് പറഞ്ഞില്ല. അതുകൊണ്ട് സഹിക്കാൻ പറ്റാതെ ഹാഷ്മി താജ് എന്ന് പറയുന്ന ഏത് ചാനലാണ്? 24 അല്ലേ? 24 ലേഖനം കണ്ട് ചോദിച്ചു, നിങ്ങൾ മനഃപൂർവ്വം കാന്തപുരം അബൂബക്കർ മുസ്ലിയാരുടെ പേര് ഒഴിവാക്കുകയല്ലേ മിസ്റ്റർ സാമുവൽ ജെറോം എന്ന് ചോദിച്ചു. കാരണം ഹാഷ്മി അത് ചോദിച്ചല്ലേ പറ്റൂ. അപ്പോൾ സാമുവൽ ജെറോം പറഞ്ഞു, ഞാൻ ഒഴിവാക്കിയതൊന്നുമില്ല, അങ്ങേര് ഒന്നും ബന്ധപ്പെട്ടിട്ടില്ല, ഒരു ബന്ധപ്പെടലും അദ്ദേഹം നടത്തിയിട്ടില്ല. ചർച്ചകളൊക്കെ നടത്തിയിരിക്കുന്നത് ഇന്ത്യ സർക്കാരിൻ്റെ സഹായത്തോടെ ഞങ്ങളാണ് നടത്തിയിരിക്കുന്നത്. ഞങ്ങൾ അവിടുത്തെ പ്രാദേശിക ഭരണാധികാരിയെ കൂട്ടുപിടിച്ച് യമൻ പ്രസിഡന്റുമായി ചർച്ച ചെയ്തതിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ് വരുന്നത്. ഇദ്ദേഹത്തിൻ്റെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞത് കേരളത്തിലെ ചില കേന്ദ്രങ്ങൾക്ക് കിട്ടിയ കനത്ത അടിയായിരുന്നു, ഞെട്ടലായിരുന്നു. എന്നാൽ പിന്നെ സാമുവൽ ജെറോമിനെ ഒന്ന് ഞൊട്ടിയേക്കാം എന്ന് തീരുമാനിച്ചു. അതുകൂടാതെയാണ് ഇന്ത്യ സർക്കാരിൻ്റെ ഔദ്യോഗിക പ്രതികരണം വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ വക്താവ് പറഞ്ഞ അങ്ങനെ ഒരു എൻറ്റിറ്റിയോ കേട്ടിട്ടില്ലല്ലോ, ഞങ്ങൾ അറിഞ്ഞിട്ടില്ലല്ലോ, അതേക്കുറിച്ച് എൻ്റെ പക്കൽ ഇൻഫർമേഷൻ ഒന്നുമില്ല, പേര് പോലും പറയാതെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിദേശകാര്യ വക്താവും കൂടെ പറഞ്ഞതോടുകൂടി കെട്ടിപ്പൊക്കി കൊണ്ടുവന്ന ഒരു ചീട്ട് കൊട്ടാരം അങ്ങ് പൊളിഞ്ഞു പോകണം. വെച്ചേക്കാൻ പറ്റുമോ സാമുവൽ ജെറോമിനെ? പറ്റില്ല. അപ്പം ഇവൻ ശരിയല്ല, ഇവൻ ഞങ്ങളുടെ ഒരു പ്ലാൻ, പദ്ധതി, ഒരു വൈറ്റ് വാഷിംഗ് പരിപാടി അട്ടിമറിച്ചവനാണ്, ആ ഇവൻ കള്ളനാണ്, കൊള്ളക്കാരനാണ് എന്ന് സ്ഥാപിക്കണം. അപ്പോൾ ഏപ്രിൽ 20 യമനിലെത്തിയ സന ഹൂത്തികളുടെ കയ്യിലുള്ള സ്ഥലമാണ്, യമൻ്റെ തലസ്ഥാനമായിരുന്നു. ഹൂത്തികൾ അവിടെ പിടിച്ചെടുത്തപ്പോൾ അവിടുത്തെ ഒറിജിനൽ സർക്കാർ ഓടി ഏഡനിൽ പോയി അവിടെ നിന്നാണ് ഭരിക്കുന്നത്. അപ്പം സന ഉൾപ്പെടെയുള്ള പ്രദേശം ഹൂത്തികൾ ഭരിക്കുക. അവിടെയാണ് ഇപ്പം മേരി ഉള്ളത്. മേരി ഉടനെ പറഞ്ഞു, ഈ സാമുവൽ ജെറോം മേരി അവിടെ പിടിച്ചു 2014 ഏപ്രിൽ മുതൽ. എന്താ നാട്ടിൽ വരാത്തത്? അവിടെ തടഞ്ഞു വെച്ചിരിക്കുക, അവിടെ നിന്നാലേ കാശ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് വലിയ പിരിവാണ്. ഒരു മാധ്യമ പ്രവർത്തക ഇറക്കി. അതായത് ഒരു മാധ്യമ പ്രവർത്തക എന്ന് പറഞ്ഞാൽ അബ്ദുൽ നാസർ മദനിക്ക് വേണ്ടി നിലപാടെടുത്ത് കേസിലൊക്കെ പ്രതിയായി, UAPA കേസിൽ പ്രതിയായി ഒരു മാധ്യമ പ്രവർത്തകയും വന്നു. വലിയ തട്ടിപ്പ് നടത്തിയിട്ടുണ്ട്, ഞാൻ അതിൻ്റെ രേഖകൾ ഇപ്പോൾ പുറത്തു വിടും, വരട്ടെ, തട്ടിപ്പ് നടത്തിയെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. പക്ഷേ ഇതിനിടയ്ക്ക് ഒരു പെൺകുട്ടിയെ, നമ്മുടെ ഒരു സഹോദരിയെ രക്ഷിച്ചു കൊണ്ടുവരാനുള്ള ശ്രമത്തിൻ്റെ പേരിൽ വ്യാജ മുതലെടുപ്പ് നടത്തുകയും അത് ചുറ്റിപ്പോയി എന്ന് വരുമ്പോൾ അട്ടിമറിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന നിലപാട് ശരിയല്ല. കാരണം സാമുവൽ ജെറോമിനെ ഇപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് മാറ്റിക്കളയണം. സാമുവൽ ജെറോം എന്ന് പറയുന്ന മനുഷ്യൻ മാത്രമാണ് കഴിഞ്ഞ 2 വർഷമായിട്ട് അവിടെ യമനിൽ പോയി കോർഡിനേറ്റ് ചെയ്ത് നിമിഷപ്രിയയ്ക്കും അമ്മയ്ക്കും വേണ്ടി സഹായം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അയാളെ അങ്ങ് എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു സഹായം കിട്ടത്തില്ല. അതാണ് അതിനുവേണ്ടിയുള്ള ഒരു പദ്ധതി. സാമുവൽ ജെറോം ഇപ്പോൾ ഒരു ശത്രുവാണ്, ഹിറ്റ് ചെയ്യേണ്ട ടാർഗറ്റാണ്. അപ്പോൾ അതുകൊണ്ടാണ് സാമുവൽ ജെറോമിൻ്റെ കസ്റ്റഡിയിൽ നടന്ന് ഒരു പ്രചാരണം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ വന്നത്. അപ്പോൾ നിമിഷയുടെ അമ്മ വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ആരുടെയും കസ്റ്റഡിയിലല്ല, ഞാനിവിടെ
താമസിക്കുന്നു, എൻ്റെ മോളെ കാണണം. കണ്ടിട്ട് ഞാൻ എന്താ തിരിച്ചു വരാത്തതെന്ന് ചോദിക്കുന്നത്. ഞാൻ എൻ്റെ മോളെ കാണും, ഇടയ്ക്കിടയ്ക്ക് പോയി കാണുന്നുണ്ട്. കാണുമ്പോൾ അവിടെ വാർത്ത ഇന്ന് കൊല്ലും, നാളെ കൊല്ലും, മറ്റന്നാൾ കൊല്ലും എന്നൊക്കെ പറയുമ്പോൾ ഞാനൊരു പെറ്റമ്മയല്ലേ, എനിക്ക് എങ്ങനെ തിരിച്ചു വരാൻ പറ്റും? ഞാൻ അതുകൊണ്ട് ഇവിടെ നിൽക്കുകയാണ്. അതുകൊണ്ടാണ് നിൽക്കുന്നത്. എനിക്ക് വധശിക്ഷ ഇന്ന് നാളെ മറ്റന്നാളെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ അത് കേട്ട് എങ്ങനെയാണ് മക്കളെ തിരിച്ചു വരുന്നത് എന്ന് ആ അമ്മ കരഞ്ഞുകൊണ്ട് കൈകൂപ്പി ചോദിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, ഇവിടെ എനിക്കൊരു കഷ്ടപ്പാടുമില്ല. സാമുവൽ ജെറോം അയാളുടെ അമ്മയെ നോക്കുന്നതിനേക്കാളും നന്നായി എന്നെ നോക്കുന്നുണ്ട്. എന്നെ സുരക്ഷിതമായി താമസിപ്പിച്ചിരിക്കുന്നു, എൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നു, എനിക്ക് മരുന്ന് തരുന്നു. അയാൾ സ്ഥലത്തില്ലെങ്കിലും ഒരു ദിവസം 2 പ്രാവശ്യമെങ്കിലും വിളിച്ചെൻ്റെ കാര്യങ്ങൾ അന്വേഷിക്കും. എന്നെ ഇടയ്ക്ക് യമനിലെ ജയിലിൽ കൊണ്ട് നിമിഷപ്രിയയെ കാണാനുള്ള അവസരമുണ്ടാക്കി തരുന്നു. ഇങ്ങനെയൊക്കെ സാമുവൽ ജെറോം ചെയ്യുന്നുണ്ട്. നിങ്ങൾ എന്തിനാണ് സഹോദരങ്ങളെ നിങ്ങളിങ്ങനെ വ്യാജ പ്രചാരണം നടത്തി വ്യാജ വീഡിയോ ഉണ്ടാക്കി എൻ്റെ മകളെ രക്ഷിക്കാനുള്ള ഏക അവലംബം അടച്ചു കളയുന്നത് എന്നാണ് അവർ ചോദിക്കുന്നത്. അവർ പറയുന്നു, ഇവിടെ ഞാൻ ആരുടെയും തടവിലല്ല, എൻ്റെ ജീവൻ ഞാൻ വേണമെങ്കിൽ എൻ്റെ ജീവൻ പകരം കൊടുക്കാം. തലാലിൻ്റെ കുടുംബത്തിന് ജീവനാണ് വേണമെങ്കിൽ എൻ്റെ ജീവനെടുത്തോട്ടെ. നിമിഷപ്രിയയ്ക്ക് ഒരു പെൺകുഞ്ഞുണ്ട്, അവൾക്ക് അമ്മ വേണം. അവൾ ഇടയ്ക്ക് വിളിക്കും നാട്ടിൽ നിന്ന് വിളിച്ചിട്ട് ആ കുഞ്ഞെന്നോട് പറയും, മേരിയമ്മ വരുമ്പോൾ എൻ്റെ അമ്മയും കൂടി കൊണ്ടുവരണേ, അമ്മയും കൂടെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ആ കുഞ്ഞ് നിലവിളിക്കുന്നത് എനിക്ക് കേൾക്കാം. നിങ്ങൾ എന്തിനാണ് എൻ്റെ മകളുടെ ജീവൻ്റെ പേരിൽ ഈ രാഷ്ട്രീയം കളിക്കുന്നത്? ഇതൊരു അമ്മയുടെ നിലവിളിയാണ്. ഇതുവരെ നിമിഷപ്രിയയുടെ അമ്മ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യാത്തത്? കേരളത്തിലെ ഒറ്റ ചാനലിൽ ഈ വീഡിയോ കാണിച്ചിട്ടില്ലല്ലോ. കാണിച്ചോ? ഇല്ല. ഞാൻ ഈ സംസാരിക്കുന്ന ഈ സമയം വരെ ഞാൻ കണ്ടിട്ടില്ല. പ്രേക്ഷകർ കണ്ടെങ്കിൽ എന്നോട് ക്ഷമിക്കണം. നിമിഷപ്രിയയുടെ അമ്മ ഇങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ അത്യാവശ്യം വ്യാപകമായി പ്രചാരത്തിലുണ്ട്. കാസ അവരുടെ സൈറ്റിൽ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതല്ലാതെ വേറെ സാമൂഹ്യ മാധ്യമങ്ങളിലൊന്നും ഈ വീഡിയോ പ്രചരിപ്പിക്കുന്നില്ല, മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിക്കുന്നില്ല. അവർക്ക് നിമിഷപ്രിയയെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന സാമുവൽ ജെറോം കുഴപ്പക്കാരനാണെന്ന് സ്ഥാപിക്കണം. സാമുവൽ ജെറോം ആണ് ഇതിന് ഏക സഹായിയായി നിൽക്കുന്ന മനുഷ്യനെന്ന് നിമിഷപ്രിയയുടെ അമ്മ പറയുന്നത് ലോകം അറിയരുത്. അതിൻ്റെ ഒരു അജണ്ടയുടെ ഭാഗമായി എന്തൊരു വൃത്തികെട്ട പൊളിറ്റിക്സാണ്, എന്തൊരു വൃത്തികെട്ട സ്വാർത്ഥ താല്പര്യമാണ്. ചില ആളുകളെ സഹായിക്കാൻ വേണ്ടി, അവരെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ഒരു ജെനുവിനായിട്ട് നടക്കുന്ന ഒരു കോസിനെ ഇങ്ങനെ അട്ടിമറിക്കാമോ? കേരളത്തിൽ മലയാളികൾ ഇങ്ങനെയൊക്കെ ചെയ്യാമോ? എന്ത് കഷ്ടമാണ്. കഴിഞ്ഞ കുറേ ദിവസമായി ഇവിടെ വന്നിട്ട് ഒരേ സമയം ഇരയുടെയും വേട്ടക്കാരൻ്റെയും പിന്നാലെ ഓടുന്ന ഒരു നിലപാട്. നിമിഷപ്രിയയ്ക്ക് വേണ്ടി സംസാരിക്കും, എന്നിട്ട് നിമിഷപ്രിയയുടെ നിമിഷപ്രിയ കൊന്ന തലാലിൻ്റെ സഹോദരന് ഇവിടുന്നുള്ള വാർത്തകൾ അയച്ചു കൊടുക്കും, ട്രാൻസ്ലേറ്റ് ചെയ്ത് അയച്ചു കൊടുക്കും, ഇവിടുത്തെ ചാനലുകളുടെ കാർഡുകൾ അയച്ചു കൊടുക്കും. 24-ൻ്റെ കാർഡ് അയച്ചു കൊടുത്തു, അയച്ചു കൊടുത്തിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷനും അയച്ചു കൊടുത്തു. അതുകൊണ്ടാണ് അയാൾക്ക് ഈ വാർത്ത പച്ചക്കള്ളമാണെന്ന് പറഞ്ഞ് ഇയാൾ പോസ്റ്റ് ഇട്ടത്. തലാലിൻ്റെ സഹോദരൻ എങ്ങനെ അറിയും? 24 ഒരു കള്ള വാർത്ത കൊടുത്തു എന്ന് തന്നെ ഇരിക്കട്ടെ, കള്ള വാർത്തയാണ് കൊടുത്തതെങ്കിൽ വാർത്തയുടെ കള്ളം അല്ലെങ്കിൽ സത്യമാണെന്നുള്ള അവിടെ നിൽക്കട്ടെ, കള്ള വാർത്തയാണ് കൊടുത്തതെങ്കിൽ പോലും അങ്ങനെ ഒരു വാർത്ത 24-ൽ വന്നിട്ടുണ്ടെന്ന് തലാൽ എങ്ങനെ അറിയും? തലാലിൻ്റെ സഹോദരൻ എങ്ങനെ അറിയും? അപ്പോൾ ആരോ അയാൾ അയച്ചു കൊടുത്തു, എന്നിട്ട് അതിൻ്റെ കോണ്ടന്റ് ഇന്നതാണെന്ന് പറഞ്ഞും കൊടുത്തു. അങ്ങനെ അയാളെ കൊണ്ട് പോസ്റ്റ് ഇടിച്ചു അല്ലേ? അപ്പോൾ ഇവർ പരസ്യമായി വന്ന് നിമിഷപ്രിയ രക്ഷിക്കണം, നമ്മുടെ സഹോദരിയാണ്, ഞങ്ങൾ ജീവകാരൻ മനുഷ്യനായി കാണുന്നവരാണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ കാഫിർ, ഞങ്ങളുടെ സമുദായത്തിൽപ്പെട്ട ഒരുത്തനെ കൊന്ന ഈ കാഫിർ ജീവനോടെ രക്ഷപ്പെട്ടു വരാൻ പാടില്ല എന്ന് ചിലർ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടാവാം, അങ്ങനെയുള്ളവരും കാണുമായിരിക്കും. കാരണം സോഷ്യൽ മീഡിയ പലരും പറയുന്നുണ്ട് നിമിഷയെ വിടാൻ പാടില്ല, കൊന്നു കളയണം എന്ന് പറയുന്നുണ്ട്. നിമിഷപ്രിയ ചെയ്തതിനൊന്നും നമ്മൾ ന്യായീകരിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഇന്ത്യ പോലെ ഫെയർ ആയിട്ടുള്ള നീതി ട്രയൽ നടക്കുന്ന ഒരു രാജ്യമാണെങ്കിൽ നിമിഷപ്രിയ ശിക്ഷിക്കപ്പെടട്ടെ എന്ന് പറയാം. യമനിലെ നിയമം ശരീഅത്ത് നിയമമാണ്. ശരീഅത്ത് നിയമപ്രകാരം ഒരു സ്ത്രീ റേപ്പ് ചെയ്യപ്പെട്ടാൽ അവൾക്ക് മെഡിക്കൽ എവിഡൻസ് മാത്രം കൊടുത്താൽ പോരാ, അവൾ റേപ്പ് ചെയ്യപ്പെട്ടു എന്ന് 4 പുരുഷന്മാർ സാക്ഷി പറയണം. നടക്കുന്ന കാര്യമില്ലല്ലോ പെട്ടെന്ന്. ഇതാണ് ഇങ്ങനൊരു നിയമം ഉള്ളിടത്ത് എങ്ങനെ നിമിഷപ്രിയയ്ക്ക് വളരെ സുതാര്യമായ സത്യസന്ധമായ ഫെയർ ട്രയൽ കിട്ടിയിട്ടുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇതൊരു ചോദ്യമാണ്. അപ്പോൾ ഇതുകൊണ്ട് നിമിഷപ്രിയ രക്ഷപ്പെട്ടു വരട്ടെ. ഈ അമ്മയുടെ കണ്ണീർ, ആ അമ്മയുടെ കണ്ണീർ, അല്ലെങ്കിൽ നാട്ടിലുള്ള അമ്മ പാലക്കാട്ടിരിക്കുന്ന നിമിഷപ്രിയയുടെ മകളുടെ കണ്ണീർ, മേരിയമ്മ വരുമ്പോൾ എൻ്റെ അമ്മയെയും കൂട്ടിക്കൊണ്ടു വരണേ, ഞാൻ അതിനുവേണ്ടി എന്നും ഈശോയോട് പ്രാർത്ഥിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആ കുഞ്ഞിൻ്റെ
കണ്ണീര്, നിലവിളി കേൾക്കണം. ഈ നിമിഷപ്രിയയുടെ പേരിലുള്ള ഈ പൊറാട്ട് നാടകങ്ങൾ, പരസ്പരം തോൽപ്പിക്കാനുള്ള നീക്കങ്ങൾ അവസാനിപ്പിക്കണം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.